പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രിനിറ്റി ഇന്റർനാഷണൽ പ്രയർ മിനിസ്ട്രി ഫേസ്ബുക്ക് ലൈവിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും വേഗപരിതവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന ബൈബിൾ പഠന പരമ്പരയുടെ 26ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ വരുവരാകുന്ന ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അടിസ്ഥാന ഉപദേശങ്ങളിൽ മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാഭിഷേകം, അടുത്തതായി നമ്മൾ വേർപാട് എന്ന ഉപദേശത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ ചിന്തിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ വേർപാടിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. വിശുദ്ധ ബൈബിളിൽ വേർപാട് പാലിച്ച പല വ്യക്തികളെ കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ഏനോശ് യഹോവയുടെ നാമത്തിൽ കർത്താവിനെ ആരാധിച്ചു. ഹാബേലിന്റെ മരണത്തിന് ശേഷം ദൈവത്തെ ആരാധന സമ്പ്രദായം തന്നെ നിന്നു പോകുമോ എന്ന് ഭയന്ന ഒരു കാലഘട്ടത്തിൽ ആദാമിന്റെ കൊച്ചുമാനായ ഏനോശിന്റെ കാലത്ത്, അല്ലെങ്കിൽ ഹാബേലിന്റെ പകരമായി ദൈവം നൽകിയ ശേത്തിന്റെ മകനായ ഏനോശിന്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന ആരംഭിച്ചത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അടുത്തതായി മറ്റ് പല ആൾക്കാരുടെയും ജീവചരിത്രമൊക്കെ അവർ ജനിച്ചു, ജീവിച്ചു, സാധാരണ ജീവിതം നയിച്ചു കടന്നു പോയപ്പോൾ ഹാനോക്കിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അങ്ങനെ കൂടെ നടന്ന ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് നോഹ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണുവാനായിട്ട് സാധിക്കുന്നു. നോഹയുടെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ഹൃദയ നിരൂപണമൊക്കെ എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന് ദൈവം കണ്ടു. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ തന്നെ ദൈവം അനുദപിക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ മനുഷ്യന്റെ ദുഷ്ടത വലിയത്, ഹൃദയ നിരൂപണങ്ങൾ എല്ലായ്പ്പോഴും ദോഷമുള്ളതാണെന്ന ആയ ആ കാലഘട്ടത്തിൽ നോഹ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി ദൈവത്തിന്റെ കൽപ്പനകളെ അതുപോലെ ചെയ്യുകയും അത് മുഖാന്തരം നോഹയ്ക്കും കുടുംബത്തിന് രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം ഉണ്ടാക്കപ്പെടുകയും ഒക്കെ ചെയ്തതായിട്ടും, പിന്നെ അതിൻ്റെ ന്യായവിധിയുടെ ജലപ്രളയത്തിൽ നിന്ന് നോഹയും കുടുംബവും രക്ഷ നേടിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അടുത്തതായി പിന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന അബ്രഹാമിന്റെ ഒരു ചരിത്രമാണ്. അബ്രഹാമിനെ കൽദയ പട്ടണമായിരിക്കുന്ന ഊരിൽ നിന്ന് കർത്താവ് അബ്രഹാമിനെ വിളിക്കുമ്പോൾ, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം തനിക്കുള്ളതിനൊക്കെ വിട്ട ശേഷം കർത്താവ് കാണിക്കുവാനിരിക്കുന്ന ആ ദേശത്തേക്ക് യാത്രയായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഏനോശ്, ഹാനോക്ക്, നോഹ, അബ്രഹാം, അങ്ങനെ ഒത്തിരി ദൈവഭക്തന്മാരെല്ലാം വേർപാട് പാലിച്ചതായിട്ട് കാണുന്നു. അവർ ജീവിച്ചിരുന്ന തലമുറയിൽ ദൈവത്തിന് വേണ്ടി അവർ വേർപെട്ട് ജീവിച്ചിരുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടത്തിലും കർത്താവ് ആഗ്രഹിക്കുന്നത്, ലോകത്തിൻ്റെതായ ജനങ്ങൾ പലവിധമായ മാർഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ പൈതലും അവർ കർത്താവിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. സഭ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നാണ്. അപ്പോൾ കൃത്യമായ ഒരു വേർപാട് എല്ലാ ദൈവ സഭ അംഗങ്ങൾക്കും വളരെ അത്യാവശ്യം. ഇന്ന് നമുക്ക് മറ്റൊരു വേർപാടിന്റെ ചരിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അബ്രഹാമിന്റെ പിൻതലമുറക്കാർ യാക്കോബിന്റെ കാലം എത്തിയപ്പോൾ യാക്കോബിന്റെ മക്കളിൽ ഒരുവനായ യോസെഫിനെ
സഹോദരന്മാരെല്ലാവരും ചേർന്ന് മിസ്രൈമിലേക്ക് അടിമയായി വിൽക്കപ്പെട്ടു. എന്നാൽ അവിടെ കർത്താവിന്റെ സാരഥി യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് പിന്നത്തേതിൽ മിസ്രൈമിലെ ഒരു ഭരണാധികാരിയാക്കി ദൈവം യോസേഫിനെ ഉയർത്തി. എന്നാൽ യാക്കോബിനും മറ്റ് അവിടെയുള്ള ഇസ്രായേൽ ജനത്തിനുമെല്ലാം ക്ഷാമം നേരിട്ടു. അങ്ങനെ ക്ഷാമം നേരിട്ട സന്ദർഭത്തിൽ യോസേഫ് ഭരണാധികാരിയായിരിക്കുന്ന മിസ്രൈമിലേക്ക് അവർ ഭക്ഷണത്തിനായി കടന്നു വരികയും ഭക്ഷ്യധാന്യങ്ങൾ യോസേഫ് തൻ്റെ സഹോദരന്മാർക്ക് ആവശ്യത്തിന് കൊടുക്കുകയും മാത്രമല്ല പിന്നത്തേതിൽ മിസ്രൈമിൽ അവർക്ക് പാർക്കുവാനുള്ള ഒരു അവകാശം കൂടെ കൊടുക്കുകയുമില്ല ചെയ്തു. അങ്ങനെ പിൽക്കാലത്ത് മിസ്രൈമിൽ ഇസ്രായേൽ നാട്ടുകാരും അവിടെ താമസം ആരംഭിച്ചു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ യോസഫ് ചെയ്ത നന്മകൾ അറിയാത്ത ഒരു ഭരണാധികാരി, ഒരു ഫറവോൻ അവിടെ അധികാരമേൽക്കുകയും ഇസ്രായേൽ ജനങ്ങൾക്കെതിരെ വലിയ പീഡനങ്ങൾ ഒക്കെ നടത്തുകയും ചെയ്തു. അവിടെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ജനം അങ്ങനെ ശത്രുവിന്റെ പീഡനത്തിനിരയായി ജീവിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം അവരെ വിടുവിക്കുവാനായിട്ട് തീരുമാനിച്ചു. അടിമത്തത്തിൽ നിന്നൊരു വിമോചനം നൽകുവാൻ ദൈവം ആഗ്രഹിച്ചു. അങ്ങനെ ദൈവം മോശയെ തിരഞ്ഞെടുക്കുകയും അസാധാരണമായ വിധത്തിൽ മോശ ഫറവോന്റെ രാജകൊട്ടാരത്തിലെല്ലാം വളരുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാനുള്ള ഒരു വലിയ ദൗത്യം മോശയിൽ ദൈവം പരമേൽപ്പിക്കുന്നതിനായിരുന്നു മോശയുടെ ജീവിതം ഒരു അസാധാരണമായ രീതിയിൽ മുമ്പോട്ട് പോകുവാനിടയായി. അങ്ങനെ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട മോശ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ മിസ്രൈമിലെ ഭരണാധികാരിയോട് ചെന്ന് പറയണം, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക എന്ന് പറയണം. അങ്ങനെ ദൈവം മിസ്രൈമിൽ ഊഴിയവേല ചെയ്തുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനം അങ്ങനെ ഇരിക്കുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. അവർ മിസ്രൈം വിട്ട് ദൈവത്തെ ആരാധിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. ഒരു വ്യക്തമായിരിക്കുന്ന വേർപാട് ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിച്ചു. മിസ്രൈമ അടിമത്തത്തിൽ നിന്നുള്ള ഒരു വേർപാടുണ്ടാകുവാൻ ദൈവം തന്റെ ജനത്തെ കുറിച്ച് ആഗ്രഹിച്ചു. എന്നാൽ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കുവാൻ ഫറവോൻ സമ്മതിച്ചില്ല. ഒടുവിൽ പലവിധമായ ബാധകൾ ഫറവോന്റെ രാജ്യത്ത് വരുത്തി ദൈവം ജനത്തെ വിടുവിച്ചു. ഓരോ ബാധകളൊക്കെ വന്ന് മോശ എന്ന ഫറവോനോട് പറഞ്ഞു, ദൈവത്തെ ആരാധിക്കുവാൻ ജനത്തെ വിടണം എന്ന് പറഞ്ഞപ്പോൾ ഫറവോൻ മോശയോട് പറഞ്ഞ ചില ഉപാധികൾ നമുക്ക് കാണാം. പുറപ്പാട് പുസ്തകം 8-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ എന്തിന് ഇവിടെ വിട്ടു പോകണം, ഈ ദേശത്ത് വെച്ച് തന്നെ നിങ്ങൾ ആരാധിച്ചോളൂ എന്ന് പറഞ്ഞു. അതിലൂടെ ഫറവോൻ ലക്ഷ്യമാക്കിയത് അങ്ങനെ ആരാധനയ്ക്കുള്ള അനുവാദം കൊടുത്തു എന്ന് വരുത്തി തീർക്കുകയും മാത്രമല്ല, പല കാര്യത്തിലും ഫറവോൻ തന്റെ ഊഴിയവേല ഈ ജനങ്ങളെ കൊണ്ട് ചെയ്യിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ആരാധന മുടക്കിക്കാം എന്നുള്ള ഒരു ഗൂഢതന്ത്രമായിരുന്നു ഫറവോൻ ഉണ്ടായത്. അതുകൊണ്ട് ഫറവോൻ പറഞ്ഞു, ദേശത്ത് വെച്ച് ആരാധിച്ചു കൊള്ളുക. അടുത്ത് പിന്നീട് പറഞ്ഞു, സമീപദേശത്ത് പോയി ആരാധന കഴിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. പുറപ്പാട് 8:28. അടുത്ത 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ പിന്നെയും തന്ത്രം മാറ്റി അവരോട് പറഞ്ഞു, പുരുഷന്മാർ മാത്രം പോയി ആരാധിച്ചു കൊള്ളുക. അടുത്ത പുറപ്പാട് പുസ്തകം 10-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ആടുമാടുകളുടെ സമ്പത്തും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കൊണ്ടിട്ട് നിങ്ങൾ പോയി ആരാധിച്ചു കൊള്ളുക. എന്നാൽ ദൈവം ആഗ്രഹിച്ചത് ഒരു കുളമ്പ് പോലും മിസ്രൈമിൽ ശേഷിക്കാതെ എല്ലാവരും പൂർണ്ണമായി മിസ്രൈമിൽ നിന്ന് വേർപെട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന കനാൻ ദേശത്തേക്ക് അവർ മാറിപ്പോവുക എന്നുള്ളതാണ് ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പൂർണ്ണമായ രീതിയിൽ വേർപെട്ടതായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കുക എന്നുള്ളതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്.
അടുത്ത വേർപാടിന്റെ ആവശ്യം എന്താണ്? വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നാണല്ലോ സഭ എന്ന വാക്കിന്റെ അർത്ഥം. എക്ലീസിയ എന്ന ഒരു പദമാണ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം തന്നെ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. ദൈവമക്കൾ എന്ന് പറയുന്നത് അവർ ലോകത്തിൽ നിന്ന് വേർപെട്ടവരും അവർ ദൈവത്തിന്റെ വകയുമാണ്. 1 കൊരിന്ത്യർ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഓരോ വിശ്വാസിയുടെ ശരീരം അത് ദൈവത്തിന്റെ മന്ദിരമാണ്. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിനായാൽ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞുപോയി. പഴയ സ്വഭാവ സവിശേഷതകൾ, പഴയ കൂട്ടുകെട്ടുകൾ, പഴയതായ കാര്യങ്ങളെല്ലാം കഴിഞ്ഞുപോയി. കർത്താവ് തന്റെ പ്രഭാഷണങ്ങളിൽ ഇപ്രകാരം പറഞ്ഞു, കോടി തുണിക്കണ്ടമാരെ പഴയതിനോട് ചേർത്ത് തുന്നമാറണ്ട. അങ്ങനെയായാൽ അത് കീറിലും വലുതാകും. അതുപോലെ തന്നെ പഴയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ, അല്ലെ പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വയ്ക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്നും എല്ലാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദൈവത്തെ അറിഞ്ഞവരെല്ലാം ഒരു പുതിയ സൃഷ്ടിയാണ്. അപ്പൊ പുതിയ കാഴ്ചപ്പാട്, പുതിയ ജീവിത രീതി എല്ലാം അവർ പാലിക്കേണ്ടത് അത്യാവശ്യം. 1-ാം സങ്കീർത്തനത്തിൽ പറയുന്ന, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. അവൻ ആ കാര്യങ്ങൾ ചെയ്യാതെ പിന്നെ എന്ത് ചെയ്യണം? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചത് രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന്. അതുകൊണ്ട് ദൈവമക്കളായവർ ഒരു യഥാർത്ഥമായ വേർപാട് ജീവിതം പാലിക്കുവാൻ കടപ്പെട്ടവരാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ 1-46 പറയുന്നത്, അവിടെ ദൈവസഭ ഒരു പുതിയതായി ഉടലെടുത്തപ്പോൾ അന്നുണ്ടായിരുന്ന പഴയ ആൾക്കാരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. അപ്പോസ്തലപ്രവൃത്തി 10-ാമത്തെ 1-5 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിനെ അറിഞ്ഞവർ ഒരു പുതിയ സ്വഭാവത്തിന് ഉടമയായി തീരണമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പത്രോസിൻ്റെതായ ജീവിതത്തിൽ തനിക്ക് പഴയ പല സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ അവൻ പൂർണ്ണമായ പരിശുദ്ധാത്മ നിയന്ത്രണത്തിലായി തീർന്നപ്പോൾ ഒരു പുതിയ മനുഷ്യനായി മാറ്റപ്പെടുകയാണ്. പ്രിയ മക്കളെ, ഞാൻ നിങ്ങളുടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ യഥാർത്ഥമായ ഒരു വേർപെട്ടതായ ജീവിതാനുഭവത്തിൽ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, അപ്പോസ്തലന്മാർ എഴുതിയ പല ലേഖനങ്ങളിലും വ്യക്തമായ വേർപാടിന്റെ ഉപദേശം കാണുവാനായിട്ട് സാധിക്കും. 2 കൊരിന്ത്യർ 6:14 മുതലൊക്കെ വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലപ്പണ കൂടരുത് എന്നാണ്. കാരണം ക്രിസ്തുവിനും ബലിയാനും തമ്മിൽ എന്ത് പൊരുത്തം! വിശ്വാസിക്ക് അവിശ്വാസിയോട് എന്ത് ഓഹരി! ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത എന്ന് കാണും. അശുദ്ധമായതൊന്നും തൊടരുത് എന്ന് കാണും. അങ്ങനെ നമ്മൾ അശുദ്ധമായത് തൊടാതെ ഇരുന്നാൽ നമ്മൾ ദൈവത്തിന് പുത്രന്മാരും പുത്രിമാരും ആയിത്തീരും. മാത്രമല്ല, ദൈവം നമ്മളോടുകൂടെ വസിക്കുകയും നമ്മളോടൊപ്പം എഴുന്നള്ളി വസിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മൾ ലോകത്തിൻ്റെതായ മോഹത്തിലേക്ക് ആണ് യാത്ര ചെയ്യുന്നതെങ്കിൽ കർത്താവിന്റെ വചന വിപ്രകാരം പറയുന്നു, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. യാക്കോബിന്റെ ലേഖനം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ ദൈവത്തിന് ശത്രുവായി തീരും. 1 യോഹന്നാൻ 2:15 പറയുന്നു, നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. 1 കൊരിന്ത്യർ 5:7 പറയുന്നു, ഉപദേശത്തിലും ജീവിതത്തിലും പുളിപ്പില്ലാത്തവരായി മാറണം എന്ന് പറയുന്നു. ഒരു പുളിപ്പില്ലാത്ത ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ കറയും മാലിന്യം, ലോകത്തിന്റെ പുളിപ്പ് എന്ന് പറയുന്നത് ഉപദേശത്തിൽ പുളിപ്പുള്ളവർ എല്ലാം കൂടെ കൂട്ടിക്കലർത്തി ഉപദേശിക്കുന്നു. ലോകവും വേണം, ഇതും വേണം, ആത്മീയം
എന്നാൽ വേർപാടിന്റെ ഉപദേശം പലയിടത്തും കേൾക്കാനില്ല. എല്ലാം ഉയർച്ച, എല്ലാം വന്നാൽ മതി ഉയർച്ച. നേരെ ജീവിക്കണമെന്ന് പറയുന്ന ഉപദേശം കേൾക്കാൻ. നിന്റെ ബിസിനസ് ഇതാ ഉയരാൻ പോകും. നിന്റെ അതെന്ത് ബിസിനസ്സാണെന്ന് അറിയത്തില്ല. പലതരം ബിസിനസ് ഉണ്ട്. കള്ളച്ചാരായം വിൽക്കുന്നവനും വന്നാൽ അവനോടും പറയും നിന്റെ ബിസിനസ് ഉയരും. അപ്പോൾ ഇന്ന് എല്ലാ തരത്തിലും അങ്ങനെയൊക്കെ ആയി മാറി. ഇത് ആർക്കും ഇന്ന് തിരുത്താൻ പറ്റാത്തതായ ഒരു കാലഘട്ടമാണ്. എന്നിട്ടൊരു കാര്യമുണ്ട്, നോഹയെ പോലെ ഹാനോക്കിനെ പോലെയൊക്കെ ലോകം എങ്ങനെയോ പോട്ടെ. കർത്താവ് അവസാനം തന്നെ പറഞ്ഞു, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, എന്നാൽ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് നമ്മൾ സാത്താനോട് എതിർത്ത് ജീവിക്കേണ്ടതാണ്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പദവി എന്ന് പറയുന്ന അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണഘോഷത്തെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ്. അതുകൊണ്ട് നമ്മൾ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി മാറി, തികച്ചും വേർപെട്ടതായ ഒരു ജീവിത അനുഭവത്തിലുള്ളവരായി തീർന്നു. ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു എന്നുള്ള വചനം പോലെ ഒരു പുതിയ സൃഷ്ടിയായി നമുക്ക് രൂപാന്തരപ്പെടും. അങ്ങനെ പുതിയ സൃഷ്ടിയായി കർത്താവിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരെ ചേർക്കുവാൻ കർത്താവ് താമസമിനാ വരികയാണ്. അതുകൊണ്ട് കർത്താവിന്റെ വരവിനായി നമുക്കൊരുങ്ങാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതുവരെയും എന്നെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന തിരുനീതിമാനുമായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിക്കാല സമയത്തിനായി സ്തുതിക്കും. ഇന്ന് രാത്രിക്കാല ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ദൈവജന ശ്രദ്ധിച്ച എല്ലാവരെയും കർത്താവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ടെ. സഹായം ദൈവിക നന്മകൾ ഒരു കടമെ മാനിച്ചവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ടെ. ശക്തിയിൽ ബലപ്പെടുത്തി പടി നിർത്തി സഹായിച്ച് അനുഗ്രഹിച്ചാട്ടെ പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവരാരെങ്കിലും രാത്രിക്കാലം ദൈവജനം കേൾക്കുന്നുവെങ്കിൽ കർത്താവെ അവരുടെ രോഗബന്ധനത്തെ കർത്താവ് മാറ്റുമാണ്. വഴികളെ മാതിരികളെ തുറന്നോടുന്ന സഹായിച്ച് അനുഗ്രഹിച്ചാട്ടെ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.